ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മുടെ ഡേ 1 ഓഫ് മൗണ്ട് മെറു ട്രെക്കിംഗ് ആണ്. സോ മൗണ്ട് മെറു വരുന്നത് ടാൻസാനിയയിലാണ്. എയർപോർട്ടിൽ നേരെ ഈ കാണുന്ന എൻ്റെ അക്കോമഡേഷനിലോട്ട് പോകുന്നു. സോ ഇതൊരു കൈൻഡ് ഓഫ് കോട്ടേജ് സെറ്റപ്പാണ്. ഇതാണ് എൻ്റെ റൂം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റൂം തന്നെയായിരുന്നു ഇത്. സോ എൻ്റെ പ്ലാന് ഇന്നിവിടെ റെസ്റ്റ് എടുത്തിട്ട് നാളെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നാളെ എൻ്റെ ഗൈഡും ടീമും എന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്യും. സോ ഇവിടുന്ന് നമ്മുടെ മെയിൻ ഗേറ്റിലോട്ട്, അരുഷ് നാഷണൽ പാർക്കിൻ്റെ മെയിൻ ഗേറ്റിലോട്ട് ഒരു 1 hour ട്രാവൽ ഉണ്ട്. സോ രാവിലെ മോർണിംഗ് തന്നെ അവർ വരും എന്നാണ് അറിയിച്ചേക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് 1 hour ട്രാവൽ ചെയ്ത് നമ്മൾ മോമല ഗേറ്റിലെത്തി. സോ ഇവിടുത്തെ എലിവേഷൻ വരുന്നത് ഒരു 1500 മീറ്റർ ടു 1580 മീറ്റർ, ആ ഒരു ഇതിലാണ് എലിവേഷൻ വരുന്നത്. സോ ഇവിടുന്ന് നമുക്ക് അടുത്ത പെർമിറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുക്കണം. പെർമിറ്റ്സ് മാത്രമല്ല, നമ്മൾ ആക്ച്വലി മൗണ്ട് മെറു ട്രെക്കിംഗ് ഫോറസ്റ്റിലൂടെ പോകുന്നത് കാരണം നമ്മുടെ കൂടെ ഒരു റേഞ്ചർ ഉണ്ടായിരിക്കും. സോ നമ്മളെ ഒരു ഒറ്റയ്ക്ക് വിടൂല, ബിക്കോസ് ഓഫ് ദ സേഫ്റ്റി റീസൺസ്. വൈൽഡ് ആനിമൽസ് ഒക്കെ ഉള്ളത് കാരണം ഗൈഡും നമ്മൾ മാത്രമായിട്ട് പോകാൻ പറ്റൂല. ഇവിടുന്ന് ഒരു 15 പേർക്ക് ഒരു റേഞ്ചർ എന്ന കണക്കിലാണ് ഇവിടുന്ന് ഇവരെ ഓരോ റേഞ്ചേഴ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആ ഗ്രൂപ്പില് 15 പേര് വരുന്നിടം വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. ലൈക്ക് പല ഗ്രൂപ്പ്സ്, പല ട്രാവൽ ഏജൻസീസ് ആണല്ലോ ഇവരെ കൊണ്ടുവരുന്നത്. സോ ഈ 15 പേരും ഇവിടെ എത്തുന്നോടം വരെ, ഇത് മുൻകൂട്ടി നമ്മൾ റേഞ്ചറിനെ ബുക്ക് ചെയ്യുന്നതല്ല. അവിടെ ചെന്നിട്ടാണ് നമ്മൾ റേഞ്ചറിനെ, ഈ ആൾക്കാരുടെ എണ്ണം നോക്കിയിട്ട് ഇവരോരോ റേഞ്ചറിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. ഇവിടെ നിന്ന് എനിക്ക് ഈ ഒരു ബോക്സ് ഓഫ് ഫുഡ് കിട്ടി. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. മോമല ഗേറ്റിൽ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ്, മൗണ്ട് മെറു ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. സോ നമ്മൾ എല്ലാവരും ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. മൗണ്ട് മെറു ട്രെക്കിങ്ങിൻ്റെ ഫസ്റ്റ് 2 days വന്നിട്ട് നമ്മൾ കാടിനുള്ളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇതിനെ നമുക്കൊരു വാം അപ്പ് ട്രെക്ക് എന്ന് വേണേൽ വിളിക്കാൻ പറ്റും. അതായത് കിളിമഞ്ചാരോ ട്രെക്കിങ്ങിന് മുന്നേ ഉള്ള ഒരു വാം അപ്പ് ട്രെക്ക്. ഈ ട്രെക്കിങ് കിളിമഞ്ചാരോ ട്രെക്കിങ്ങിനേക്കാളും മുന്നേ ചെയ്യുന്നത് നിങ്ങളുടെ ബോഡീനെ അക്ലിമൈസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. യൂറിയോ ആണ് എൻ്റെ ഇവിടുത്തെ ഗൈഡ്. ഇതാണ് ദ ഫേമസ് ദ ഫിഗ് ട്രീ ആർച്ച്. എന്ത് വലിപ്പമുള്ള മരമാണല്ലേ! എത്രയോ വർഷം പഴക്കം ചെന്ന വലിയൊരു മരമാണ്. സോ ഈ ആർച്ചിനുള്ളിൽ കൂടെ വെഹിക്കിൾ വരെ കടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഹൈക്കിന്റെ ഡെസ്റ്റിനേഷൻ നമുക്ക് മിരാക്കമ്പ ഹട്ടാണ്. സോ മോമല ഗേറ്റ് ടു മിരാക്കമ്പ ഹട്ട് ഒരു 10 കിലോമീറ്റേഴ്സോളാണ് ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ റേഞ്ചർ. കണ്ടില്ലേ, തോക്കൊക്കെ പിടിച്ച മുന്നേ നടക്കുന്നത്.
ഈ ഫോറസ്റ്റിലൂടെയുള്ള നടത്തമായതുകൊണ്ട് നമുക്കങ്ങനെ ടയർഡ്നെസ് ഒന്നും തോന്നില്ല. എലിവേഷൻ ഗ്രാജുവൽ എലിവേഷൻ ആണ്. അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ, നമുക്ക് ഈ ടയർഡ്നെസ് തോന്നാത്തതിന്റെ മെയിൻ റീസൺ. അങ്ങനെ 10 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തിട്ട് മിരാക്കമ്പ് ഹട്ടിലെത്തി. നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് സ്നാക്സും ചായയും എല്ലാം കിട്ടി. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമുക്ക് ആ ഒരു ഫീല് നന്നായി കിട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഡിന്നർ സെർവ് ചെയ്തു. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന മിരാക്കമ്പ് ഹട്ട്. ഇതൊരു ഡോമെട്രി ആണ്. 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഡോമെട്രി ആണ്. ഇന്ന് ഇതിലിപ്പം തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. Thank you.